ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പുതിയ കർത്തൃദിവസത്തിൽ ഒരു ആരാധനാ ചിന്തയ്ക്കായി നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരു വേദഭാഗം വായിക്കുന്നു. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി, തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിത്തീർന്നു. വളരെ പ്രാവശ്യം ആരാധനാവേളകളിൽ വായിച്ചിട്ടുള്ള, ഇന്നും വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേദഭാഗമാണ് നാം ഇപ്പോൾ വായിച്ചത്. എന്നെ അവിടെ വളരെ ചിന്തിപ്പിച്ച ഒരു പ്രയോഗം, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ. ഞാൻ അത് പറയുമ്പോൾ 6-ാം വാക്യം മുഴുവനായിട്ട് ഒന്ന് നോക്കുന്നത് നല്ലതാണ്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ. യേശുക്രിസ്തു ദൈവമല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. നമുക്കറിയാം, നമ്മൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ ധാരാളമായി കാണുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കാൻ ഈ വാക്യം ധാരാളം മതി. അവിടെ പറയുന്ന 2 വാക്കുകൾ, ഒന്ന് ദൈവരൂപത്തിലിരിക്കെ. ഞാൻ ചോദിക്കട്ടെ, ആർക്കാ ദൈവരൂപമുള്ളത്? ഇപ്പോ ഒരാൾ മനുഷ്യരൂപത്തിലിരിക്കെ എന്ന് പറഞ്ഞാൽ മനുഷ്യരൂപമുള്ളത് ആർക്കാ? മനുഷ്യന്. മൃഗരൂപമുള്ളത് ആർക്കാ? മൃഗത്തിന്. പക്ഷിരൂപമുള്ളത് ആർക്കാ? പക്ഷിക്ക്. ദൈവരൂപമുള്ളത് ആർക്കാ? ദൈവത്തിന്. അപ്പോൾ ദൈവരൂപമുള്ള യേശുക്രിസ്തു ദൈവമല്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? അതൊന്ന്. രണ്ടാമത്, ദൈവത്തോടുള്ള സമത്വം. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തോട് സമത്വം യേശുക്രിസ്തുവിനുണ്ടെങ്കിൽ യേശുക്രിസ്തു ആരായിരിക്കണം? യേശുക്രിസ്തു ദൈവമായിരിക്കും. യേശുക്രിസ്തു തന്നെ ഒരിക്കൽ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ, ഞാനും പിതാവും ഒന്നാകുന്നു. അപ്പോൾ യേശുക്രിസ്തു പിതാവിനോട് സമനാണെന്ന് വേദപുസ്തകത്തിൽ പല ഭാഗത്തും നാം വായിക്കുന്നു. യഹൂദന്മാര് യേശുവിനെ ക്രൂശിക്കാനുള്ള ഒരു കാരണം ഇതാ: നീ മനുഷ്യനായിരിക്കെ നീ നിന്നെ തന്നെ ദൈവത്തോട് സമമാക്കുന്നു. അതാണ് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തത്. ഞങ്ങൾക്കൊരു ദൈവമേ ഉള്ളൂ, അത് പിതാവായ ദൈവമാണ്. നീ ദൈവമാണെന്നൊന്നും അംഗീകരിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. അപ്പോൾ യേശുക്രിസ്തുവിനെ ക്രൂശിക്കാനുള്ള ഒരു കാരണം അത് തന്നെയാണ്. വേറെയും ചില കാരണങ്ങളുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അവരുടെ കാരണം ഇതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ദൈവരൂപമുള്ളവനാണ്. യേശുക്രിസ്തു ദൈവത്തോട് സമനാണ്. ഇനി എന്താ ആ വാക്യത്തിൽ വായിച്ചത്? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കുന്നില്ല. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഏതൊരാളും ആ ആൾക്കുള്ള നിലയേക്കാൾ മുകളിലേക്ക് ഉയരാനേ ആഗ്രഹിക്കൂ. ഇപ്പോൾ ഇന്ന് രാവിലെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെ എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും നിലവിലുള്ള നിലയേക്കാൾ മുകളിലേക്ക് ഉയരാനേ ആഗ്രഹിക്കത്തുള്ളൂ. താഴേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുമോ? ഇല്ല. ലോക ചരിത്രത്തിൽ താഴേക്കിറങ്ങാൻ ആഗ്രഹിച്ച ഒരേ ഒരാളെ, അതാരാ? യേശുക്രിസ്തു. എന്തിനാ? അല്ലെങ്കിൽ ആർക്കു വേണ്ടിയാ? നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി. നമ്മുടെ പാപത്തിന്റെ ശിക്ഷ നമുക്ക് വേണ്ടി ഏറ്റെടുത്ത് കാൽവറിയിലെ കുരിശിൽ മരിക്കാൻ. ഇവിടെ നാം 8-ാം വാക്യത്തിൽ കണ്ടതെന്താ? തന്നെത്താൻ താഴ്ത്തി, മരണത്തോളം, എന്നിട്ടൊരു വിശേഷണ പദം എഴുതിയിരിക്കുകയാണ്, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിട്ട്. ഞാൻ ചോദിക്കട്ടെ, യേശുക്രിസ്തുവിനെ വേറെ ആരെങ്കിലും വലിച്ചു താഴ്ത്തിയതാണോ?
ചില ആളുകളുണ്ട്, മറ്റുള്ളവരെ വലിച്ചു താഴ്ത്തിയേച്ച് അവർ മുകളിൽ കയറും. യേശുക്രിസ്തുവിനെ ആരും വലിച്ചു താഴ്ത്തിയതല്ല, വലിച്ചു താഴ്ത്താനൊട്ട് കഴിയേമില്ല. എന്നാൽ യേശുക്രിസ്തു സ്വയമായി താണു. യേശുക്രിസ്തു സ്വയമായി താണു. യേശുക്രിസ്തുവിനെ ആരും നിർബന്ധിച്ചതല്ല. അതൊരു വോളണ്ടിയർ അല്ലെ, സ്വയമായിട്ടുള്ള സമർപ്പണം. എൻ്റെ പ്രിയ സഹോദരന്മാരെ, ഇന്ന് രാവിലെ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് നാം വന്നിരിക്കുന്ന ഈ സമയത്ത്, അല്ലെങ്കിൽ പോകാൻ തുടങ്ങുന്ന ഈ സമയത്ത്, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി സ്വയം താണു. ആരും താഴ്ത്തിയതല്ല, താഴ്ത്താൻ കഴിയുന്നതുമല്ല. സ്വയമായി കർത്താവ് മരണത്തോളം, ക്രൂശിലെ മരണത്തോളം നമുക്ക് വേണ്ടി അനുസരണമുള്ളവനായി തീർന്ന ആ കർത്താവിനെ നമുക്ക് വാഴ്ത്താം, നമുക്ക് സ്തുതിക്കാം, അവനെ മഹത്വപ്പെടുത്താം. അവിടുത്തെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ പ്രിയ കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് സമമായിരുന്നവൻ, ദൈവരൂപമുണ്ടായിരുന്നവൻ താണു, ക്രൂശിലെ മരണത്തോളം താണു. ആ വലിയ സ്നേഹത്തെ ഞങ്ങൾ ഓർക്കുന്നു. എല്ലാ നിലയിലും അവിടുന്ന് സ്വയം ത്യജിച്ച് ഞങ്ങൾക്ക് വേണ്ടി താണ ആ കർത്താവിനെ ഞങ്ങൾ ഇന്ന് രാവിലെ ഉയർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. നീ മാത്രം യോഗ്യൻ, നീ മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തട്ടെ, സ്തുതിക്കട്ടെ, മഹത്വപ്പെടുത്തട്ടെ. അവിടുത്തെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.